എന്ത് ചെയ്യും? എല്ലാ വഴിയും അടഞ്ഞു വരിക. ഒരറ്റത്തുനിന്നേ അടഞ്ഞടഞ്ഞു വരികയാണ്. ഈ വക കണ്ടെല്ലാം വടിമേലെന്ന് പറയുന്നത് പോലെ ചില അവസ്ഥകൾ. വരുമ്പോ എല്ലാം കൂടെ തലയ്ക്ക് മീതെ എന്ന് പറയുന്ന മറ്റൊരു ചൊല്ലും. ഇത് രണ്ടുമാണ് ഇപ്പോൾ വീണ വിജയന്റെയും അതുപോലെ പിണറായി വിജയന്റെയും അതുപോലെ CMR ശശിധരൻ കർത്തയുടെയൊക്കെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവരിത് സംബന്ധിച്ച് SFIയുടെ അന്വേഷണം നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ചെന്നിരുന്നു. ഇന്ന് ഇത് സംബന്ധിച്ച് അത് ശശിധരൻ കർത്ത കൊടുത്തിട്ടുള്ള ഡൽഹി ഹൈക്കോടതി കൊടുത്തിട്ടുള്ള ഒരു ഹർജി, ആ ഹർജി മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി. പക്ഷേ സ്വാഭാവികമായും പറയേണ്ടതാണ്, മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റുമ്പോൾ അതുവരെ നടപടികളൊന്നും വേണ്ട, അറസ്റ്റൊന്നും വേണ്ട, കസ്റ്റഡിയൊന്നും വേണ്ട എന്നൊക്കെ പറയേണ്ടതാണ്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല. ഇതിനിടയിൽ നേരത്തെ ഹൈക്കോടതി വാക്കാൽ പറഞ്ഞിരുന്നു അത്തരത്തിൽ ഒരു നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് വാക്കാൽ പറഞ്ഞിരുന്നു എന്നൊന്ന് വാദിച്ചു നോക്കി കപിൽ സിബൽ. പക്ഷേ SFI പറഞ്ഞ് ഞങ്ങൾക്കതൊന്നും അറിയില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, വെറുതെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതും പറയാം, പക്ഷെ അത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത 21-ന് കോടതി മറ്റൊരു ബെഞ്ച് ഇത് പരിഗണിക്കുന്നതുവരെ, ഇവരുടെ ഹർജി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നോ അന്വേഷണം നടത്തരുതെന്നോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കരുതെന്നോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ഇനി ഒരു 10-11 ദിവസമുണ്ട്. ഈ 10-11 ദിവസം വീണ വിജയനും അതുപോലെ ശശിധരൻ കർത്തയ്ക്കും പിണറായി വിജയനും ഒക്കെ വലിയ തലവേദന ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ അന്വേഷണം തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്വേഷണം തുടരാമെന്നാണ്. ഇപ്പോൾ വളരെ തിടുക്കപ്പെട്ടാണ് അവർ അന്വേഷണം നടത്തുന്നത്. കിട്ടുന്ന ഒരു അവസരത്തിൽ ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം മാറിയ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി കാര്യങ്ങൾ പോകുന്നു. ഇതിനിടയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇതിനിടയിൽ വീണ്ടും ED ഒരു തലവേദനയായി വന്നു കയറുന്നു. അത് തന്നെയാണ് ഒരു ആശങ്കയായി കപിൽ സിബൽ കോടതിയിൽ പറഞ്ഞത്. ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്, അതുകൊണ്ട് ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളും തടയണമെന്ന്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തായാലും ഇനി മറ്റൊരു ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ അടുത്ത 11 ദിവസം എന്തായാലും വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും ഒക്കെ തലവേദനയായിരിക്കും. എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. SFIയുടെ കേസാണ് ഇപ്പോൾ ഈ കോടതി പരിഗണിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പുറത്ത് ED പണി തുടങ്ങിയിട്ടുണ്ട്. EDയെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതായത് മറ്റാരെങ്കിലും ഒന്ന് കേസെടുത്താലല്ലേ അതിന്റെ പിന്നാലെ EDക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ SFIയുടെ കേസ് അത് എടുത്ത നിലയ്ക്ക് ഇനി ഒരുപക്ഷെ SFIയുടെ അന്വേഷണം തടഞ്ഞാലും EDക്ക് മുന്നോട്ട് വരാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഒരു അറസ്റ്റ്, ഒരു കസ്റ്റഡി അത് അനിവാര്യമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. Different angles. Don't forget to subscribe and support this channel.